നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വേങ്ങര സ്വദേശിയിൽ നിന്നും 1,08,00,000 രൂപ ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കർണാടകയിലെ മടിക്കേരിയിൽ നിന്നും മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന കർണാടക പെരിയപട്ടണ താലൂക്കിൽ ഹരാനഹള്ളി ഹോബ്ലി സ്വദേശി അബ്ദുൾ റോഷനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ IPSന്റെ കീഴിൽ സൈബർ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. വേങ്ങര സ്വദേശി ഫേസ്ബുക്കിൽ കണ്ട ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കം. തുടർന്ന് തട്ടിപ്പുകാർ ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ കസ്റ്റമർ കെയർ എന്ന വ്യാജേന പരാതിക്കാരനെ ബന്ധപ്പെട്ട് വമ്പൻ ഓഫറുകൾ നൽകി വിവിധ അക്കൗണ്ടുകളിലായി പണം നിക്ഷേപിപ്പിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സൈബർ ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ തരപ്പെടുത്തി നൽകുന്ന പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളെ അറസ്റ്റ് ചെയ്ത സമയം നടത്തിയ പരിശോധനയിൽ 40,000-ഓളം സിം കാർഡുകളും 180-ൽ പരം മൊബൈൽ ഫോണുകളും ഇയാളുടെ പക്കലിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുമായി ബന്ധമുള്ള മൊബൈൽ ഷോപ്പുകൾ പുതിയ സിം കാർഡ് എടുക്കാൻ ഉപയോഗിക്കുന്നവരുടെ ഫിംഗർ പ്രിൻ്റ് അവരറിയാതെ പല തവണകളായി ഉപയോഗിച്ച് വ്യാജ സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്ത് ഇയാൾക്ക് സിം കാർഡ് ഒന്നിന് 50 രൂപ നിരക്കിൽ കൈമാറുകയാണ് പതിവ്. ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന സിം കാർഡുകളാണ് ഇയാൾ തട്ടിപ്പുകൾക്കായി നൽകിയിരുന്നത്. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി ആ ലിങ്കിൽ കയറിയിട്ട് 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ SHO ശ്രീ ചിത്തരഞ്ജൻ്റെ നേതൃത്വമുള്ള ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി. അവരത് വളരെ സ്ക്രൂപ്ലെസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി. അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. 40,000-ൽ പരം സിമ്മുകളുണ്ട്, 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. പിന്നെ 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള 1,500-ഓളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ആക്റ്റീവായിട്ടുള്ളത്. മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള 2,000-ന് മുകളിൽ സിമ്മുകൾ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സിം എടുക്കുന്ന സമയത്ത് ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സിം എടുക്കുകയാണെങ്കിൽ ഇവർ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ 3-4 സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും. അത് ഈ മറ്റാളുകൾ അറിയില്ല. അപ്പോൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ. ഈ സിമ്മുകൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള മറ്റ് റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതെല്ലാം ഇത്തരത്തിൽ ചെയ്തിട്ട്. എന്നിട്ട് അവർക്ക് 50 രൂപ കൊടുക്കും ഒരു സിമ്മിന്. അങ്ങനെ കൊടുത്തിട്ട് ഇയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവർക്ക് സിമ്മ് ഇയാളുടെ കയ്യിലുണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഇത് ചിലപ്പോൾ സിം എടുക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതോ ഭാഗത്തുള്ള അതിൻ്റെ അഡ്രസ്സ് വേറെ ഏതോ ഭാഗത്തുള്ള ആളായിരിക്കും. ഇദ്ദേഹമാണ് ചെയ്യുന്നത്. OTP കൊടുക്കുന്നവർ ചിലപ്പോൾ അവർ ഡൽഹിയിലായിരിക്കാം, ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ OTP വെച്ചിട്ട് അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരത്
പിന്നെ ആളുകളെ ഷെയർ മാർക്കറ്റിലേക്ക് ക്ഷണിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന സമ്പ്രദായമാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാവുന്നത് പിന്നെ കർണാടക സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള അവരുടെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇദ്ദേഹം അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സിമ്മ് കളക്ട് ചെയ്യുന്ന രീതിയാണ്. ആ സിമ്മ് കളക്ട് ചെയ്ത തരത്തിലുള്ള സിമ്മുകളാണ് ഇപ്പോൾ ഇതെല്ലാം ഈ കാണിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം ഓരോ മാസവും ഇത്തരത്തിൽ സമ്പാദിക്കുന്നത്. റോഷനെതിരെ ഇപ്പോൾ കർണാടക മടിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വേറൊരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അവിടെയും പ്രത്യേക അന്വേഷണം ഉണ്ടാവും. ഇതിൻ്റെ പുറകിലുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ചെറിയൊരു തുകയല്ല, അത് ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. ഇത് ഇന്നും നടന്നിട്ടുണ്ട്, ഇത് നാളെ നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇവരെല്ലാം നമ്മൾ വെളിയിലാക്കും. അത് പിന്നെ കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ഒക്കെയുള്ള വിവിധ ലിങ്കുകൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ തുടർന്നുള്ള അന്വേഷണവും തുടർന്നുള്ള മറ്റ് നടപടികളും ഉണ്ടാകും. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ പോലീസ് ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജൻ, പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജിമുദ്ദീൻ മണ്ണിശ്ശേരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജൽ പടിപ്പുര, സിവിൽ പോലീസ് ഓഫീസർമാരായ EG പ്രദീപ്, ഷാഫി പന്ത്രാല, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ രാജരത്നം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.